നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടുകയാണ്. ആദ്യ 2 മത്സരവും ജയിച്ച ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെതിരെ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ടോസ് നേടിയ കിവീസ് നായകൻ മിച്ചൽ സ്റ്റാൻസർ ആദ്യം പന്തെറിയാനാണ് തീരുമാനിച്ചത്. ന്യൂസിലാൻഡിന്റെ ഈ തീരുമാനം തെറ്റിയില്ലെന്ന് തെളിയിക്കുന്ന ബൗളിംഗ് പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. 30 റൺസിനിടെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ കൂടാരം കയറ്റാൻ കിവീസ് പേസർമാർക്ക് സാധിച്ചു. ശുഭ്മാൻ ഗില്ലിനെ മാറ്റ് ഹെൻറി LBയിൽ കുടുക്കിയപ്പോൾ രോഹിത് ശർമ്മയെ കെയിൽ ജാമിസൺ മടക്കി. വിരാട് കോഹ്ലിയെ മാറ്റ് ഹെൻറിയും പുറത്താക്കിയതോടെയാണ് ഇന്ത്യ വലിയ സമ്മർദ്ദത്തിലേക്ക് പോയത്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ കിവീസ് പേസ് നിരയ്ക്ക് മുന്നിൽ വിയർത്തുവെന്നതാണ് വസ്തുത. ഇപ്പോഴിതാ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർക്കുന്നതിന് പിന്നാലെ വിമർശനം ഉയർത്തുകയാണ് ആരാധകർ. ഇന്ത്യ തോൽക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നും സെമി ഫൈനൽ മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നുമാണ് ഈ വിഭാഗം ആരാധകർ ആരോപിക്കുന്നത്. ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ ജയിച്ചാൽ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരാകും. ഇതോടെ സെമി ഫൈനലിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ നേരിടേണ്ടതായി വരും. ഇത് ഒഴിവാക്കാൻ ഇന്ത്യ ന്യൂസിലാൻഡിനോട് തോൽക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത്. ന്യൂസിലാൻഡിനോട് തോറ്റാൽ ഇന്ത്യക്ക് സെമിയിൽ ദക്ഷിണാഫ്രിക്കയാവും എതിരാളികൾ. ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ഓസീസിനെ നേരിടേണ്ടതായും വരും. ഓസീസ് എക്കാലത്തും ശക്തമായ നിരയാണ്. നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ ടീമുകൾക്കും വലിയ വെല്ലുവിളി ഉയർത്താൻ ഓസ്ട്രേലിയയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഓസീസിനെ സെമിയിൽ നേരിടാൻ ആഗ്രഹിക്കില്ല. ഇപ്പോൾ ന്യൂസിലാൻഡിനോട് തോറ്റാൽ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തമ്മിൽ സെമി നടക്കും. ഇതിൽ ഏത് ടീം ജയിച്ചു വരുമെന്നതാണ് കണ്ടറിയേണ്ടത്. സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ ലഭിച്ചാൽ കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാവുമെന്നാണ് ടീമിന്റെ വിലയിരുത്തൽ. ദക്ഷിണാഫ്രിക്ക ശക്തരുടെ നിരയാണെങ്കിലും നിർഭാഗ്യം വേട്ടയാടുന്ന ടീമാണ്. പ്രധാന മത്സരങ്ങളിലെല്ലാം ടീം തോൽവി നേരിടാറുമുണ്ട്. അവസാന T20 ലോകകപ്പ് ഫൈനലിലും ഇന്ത്യയോട് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ ലഭിച്ചാൽ ഈ നിർഭാഗ്യത്തിന്റെ കണക്ക് ഇന്ത്യക്ക് അനുകൂലമാവുമെന്നാണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും കണക്കുകൂട്ടൽ. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾ പുറത്തായ ഷോട്ട് തിരഞ്ഞെടുപ്പിനെയും ആരാധകർ വിമർശിക്കുകയാണ്. ശുഭ്മാൻ ഗില്ല് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി പുറത്തായതിനു ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ക്രീസിൽ ഒത്തുകൂടിയത്. രണ്ടുപേരും അനുഭവ സമ്പന്നരായ താരങ്ങളാണ്. നിലയുറപ്പിച്ച് അടിത്തറപ്പാകാനാണ് സീനിയർ താരങ്ങൾ എന്ന നിലയിൽ ഇരുവരും ശ്രമിക്കേണ്ടത്. എന്നാൽ രോഹിത്തും കോഹ്ലിയും ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ചു. രോഹിത് ശർമ്മ പുൾ ഷോട്ടിന് ശ്രമിച്ചപ്പോൾ ടൈമിംഗ് ലഭിച്ചില്ല. അനായാസ ക്യാച്ച് നൽകി രോഹിത് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു. സമീപകാലത്തെ വിരാട് കോഹ്ലിയുടെ പ്രകടനം നോക്കുമ്പോൾ പതിയെ തുടങ്ങി ആക്രമിക്കുന്നതാണ് കാണാൻ സാധിക്കുക. എന്നാൽ 2 വിക്കറ്റ് പോയ സാഹചര്യത്തിലും കോഹ്ലി ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരു തവണ ഭാഗ്യം കൊണ്ടാണ് കോഹ്ലി രക്ഷപ്പെട്ടത്. എന്നാൽ തൊട്ടടുത്ത പന്തിൽ അതേ ഷോട്ടിന് ശ്രമിച്ചാണ് കോഹ്ലി വിക്കറ്റ് നഷ്ടമാക്കിയത്. ഉത്തരവാദിത്തം കാട്ടാതെയാണ് കോഹ്ലി കളിച്ചതെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്.